സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. ശിവഗിരിയിൽ മാത്രം ഈ തരത്തിലുള്ള ഒരു കോടതി വിധി നടപ്പാക്കൽ, അതിനകത്ത് വലിയ ഒരു ഗൂഢലക്ഷ്യവും ഉണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനും ഉണ്ട്. സ്വാമിക്കെതിരായിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ കൂടെ ഫലമാണ് ഈ നിഷ്ഠൂരമായ നരവേട്ട. ഈ ഏക്കാണ്ടി പറഞ്ഞാൽ ഒരു തെറ്റായ ഒരു പദപ്രയോഗം നടത്തി. അവിടെ ഒരാൾ വന്നിരുന്നു, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. ഈ BJPയുടെ പ്രത്യേകത ഫേസ്ബുക്കിൽ കൂടെയാണ് മെമ്പർഷിപ്പ് എടുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് കൂടെ തന്നെ അത് ഒഴിയുകയും ചെയ്യാം. അവർക്ക് ഗുരുദേവനെ ഒന്ന് ഹിന്ദുവാക്കി കിട്ടിയാൽ എളുപ്പമാണ്. ഒരു ജാതി ഒരു മത ദൈവം പോകുമല്ലോ. ഗുരുദേവനും അങ്ങ് പോയി കിട്ടിയാൽ പിന്നെ വളരെ ഈസിയല്ലേ. ഞാൻ CPM പോകാൻ കാരണം എനിക്കൊരു റീതിങ്കിങ് ഉണ്ടാക്കി തന്നത് ഈ ശിവൻകുട്ടി മിനിസ്റ്ററാണ്. ഗുരുദേവ ദർശനം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കക്ഷിയാണ് CPM. BJP ദേശീയ കൗൺസിലിൽ നിന്നും രാജിവെച്ച് കഴിഞ്ഞ ദിവസം CPM ചേർന്ന ശിവഗിരി ആക്ഷൻ കൗൺസിലിൻ്റെ സ്ഥാപകനുമായ പ്രമുഖ രാഷ്ട്രീയ നേതാവ് ശ്രീ KA ബാഹുലേനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ KA ബാഹുലേൻ. നമസ്കാരം. അപ്പോൾ അങ്ങ് BJPയുടെ ദേശീയ കൗൺസിൽ അംഗത്വം രാജിവെച്ചു, CPM പ്രവേശിച്ചു. അത് രണ്ട് വ്യത്യസ്ത ചേരികളിലാണ്. എന്താണ് പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന് കാരണം? അവരുടെ ഈ ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കാനുള്ള ഒരു വലിയ ശ്രമവും പിന്നോക്കക്കാരനായ മനുഷ്യനാണെന്ന് കാണിക്കാനുള്ള ഒരു താല്പര്യവും BJP ഈ അടുത്ത കാലത്ത് പല പ്രവർത്തനങ്ങളും എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. പക്ഷെ അത് താങ്കൾക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു ആരോപണം? ആക്ഷൻ കൗൺസിലിന്റെ സ്ഥാപകൻ കൂടിയായ താങ്കൾക്ക് അങ്ങനെ ഒരു സംശയം നേരത്തെ ഇല്ലായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ പെട്ടുപോയത് ഈ ഇപ്പോഴേ കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യൻ ഉൾപ്പെടെ ഉള്ളവരെൻ്റെ വീട്ടിൽ വന്ന് ഈ പറയുന്ന രാജഗോപാൽ അവിടെ അരുവിക്കര മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അതിൻ്റെ ചെയർമാനായിരിക്കണമെന്ന് പറഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ. ഞാൻ പറഞ്ഞു രാജഗോപാൽ വ്യക്തിപരമായി എനിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, അദ്ദേഹമായിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ട്, ശരി എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവിടെ പോയി അതിൻ്റെ ചെയർമാനായി. അന്നേരത്തെ BJPയിലോട്ട് ചേർന്നോ? ഇല്ല, അവർ ഈ ആറ്റിലൂടെ ഒഴിപ്പോയ കമ്പിളിയിൽ പിടിച്ച ഗതി പിന്നെ ആയിപ്പോയി. എനിക്ക് കമ്പിളി ഞാൻ വിട്ടാലും കമ്പിളി എന്നെ വിടാത്ത സ്ഥിതിയായി. അവർ ഉടനെ തന്നെ ഭയങ്കരമായ പ്രൊമോഷൻ തിരക്കവും. BJPക്ക് ഒരു പ്രശ്നമുള്ളത് നല്ല പെരുമാറ്റമാണ്. അതൊരു പ്രശ്നമല്ലല്ലോ, നല്ല പെരുമാറ്റമാണ്. നല്ല ഒരു പെരുമാറ്റം മാത്രമല്ല, നല്ല ആദരവ് തരും. എനിക്ക് പ്രത്യേകിച്ചും ധാരാളം ആദരവ് തരും. സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പോലും അല്ല അപ്പോഴും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭ്രമിച്ചു പോയതുകൊണ്ടല്ല, അവരുടെ രീതികളൊക്കെ കണ്ട് ഞാനങ്ങ് പെട്ടു. പിന്നീട് അവരെന്ത് ചെയ്തു, അവർ പിന്നോക്ക സമുദായ മോർച്ച ഉണ്ടാക്കി. അതിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായി എന്നെ നിയമിച്ചു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അന്ന് അദ്ദേഹമാണ് പ്രസിഡന്റ്, കുമ്മനം ചേട്ടൻ. കുമ്മനം ചേട്ടൻ ഒരു സാധ്യനായ മനുഷ്യനല്ല. അദ്ദേഹത്തിനെ കണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ, എനിക്കൊരു വർഗ ബഹുജന സംഘടനകൾ പ്രവർത്തിച്ചാണ് എനിക്കൊരു പാരമ്പര്യമുള്ളത്. വർഗീയ ബഹുജന സംഘടന എനിക്കത്ര യോജിക്കുന്നതല്ല, എന്നൊന്ന് മാറ്റിത്തരണം. അതിനെന്താ, അങ്ങനെ മാറ്റി എന്നെ കർഷക മോർച്ചയുടെ വൈസ് പ്രസിഡൻ്റാക്കി. അതിലും നിർത്തിയില്ല, വീണ്ടും അവരെന്നെ സംസ്ഥാന സെക്രട്ടറി ആക്കി. അതിലും നിർത്തിയില്ല, സെൻസർ ബോർഡ് മെമ്പറാക്കി. അതിലും നിർത്തിയില്ല, ദേശീയ സമിതി അംഗമാക്കി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ സ്ഥാനമാനങ്ങൾ കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല? ഒരു പ്രശ്നം ഉണ്ടായി. അതെന്തെന്ന് വെച്ചാൽ, ഓർമ്മ കാണും, 2 വർഷത്തേക്ക് മുമ്പ് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്ലോട്ട് കൊണ്ടുപോയി കേരള ഗവൺമെൻറ് ഓഫ് കേരള ഗുരുദേവൻ്റെ പ്ലോട്ട് മാറ്റി ശങ്കരാചാര്യരുടെ പ്ലോട്ട് വെച്ചു. ശങ്കരാചാര്യരോട് എനിക്ക് യാതൊരു വിധ അനാദരവുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്ലോട്ട് ഇരിക്കട്ടെ, ഗുരുദേവൻ്റെ പ്ലോട്ട് എന്തിന് റിജക്റ്റ് ചെയ്തു എന്നുള്ളത് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അന്നാണ് എനിക്ക് വീണ്ടും ഒരു വിഷമം ഉണ്ടായത്. ആ വികാരം പാർട്ടി വേദികൾക്കുള്ളിൽ പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ ഇനാക്റ്റീവായി അന്ന് മുതൽ. പാർട്ടി സജീവമല്ലാതായി. അന്ന് ഒരു അസോസിയേഷനായി. അന്നൊരു സമ്മർദ്ദമൊക്കെ ഉണ്ടായി, രാജിവെക്കേണ്ടെന്ന്. സമ്മർദ്ദം ഒഴിവാക്കാനാക്കാത്ത സമ്മർദ്ദങ്ങളുണ്ടായി. അവരൊന്നും പേരുകളും ഞാൻ പറയുന്നില്ല. ആ സമ്മർദ്ദം അതിജീവിക്കാൻ എനിക്കന്ന് സാധിച്ചില്ല. അതുകൊണ്ട് എന്ത് പറ്റി,
ഇനാക്റ്റീവായി എന്ന് പറയാം. നിസ്സഹകരണമായി. നിസ്സഹകരണം എന്ന് പറയാം. നിസ്സഹകരണമായി. അത് കറക്റ്റ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ പുതിയ രണ്ടാമത് താങ്ങാവുന്ന ഒരു വീണ്ടും വീണ്ടും നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് 1-2 പ്രാവശ്യം വരുമ്പോൾ ആൾ ചത്തു പോകുന്നില്ല. അത് ഒരു ഇതിട്ട്. രണ്ടാമത് ഗുരുദേവൻ്റെ ജയന്തി ആഘോഷിക്കണമെന്ന് നമുക്ക് ആർക്കും നിർബന്ധമില്ല. BJP നിർബന്ധമില്ല. അവർക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. യാദവരെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ചെയ്യണം. അതേപോലെ തന്നെ ശ്രീരാമനവമി ഇതിന് ക്ഷത്രിയന്മാരല്ല നടത്തണം. എല്ലാവരും ചേർന്ന് എല്ലാ വിഭാഗം ആൾക്കാരെയും സംഘടിപ്പിച്ച് നടത്തുന്നതാണ് അവർ. ഗുരുദേവൻ്റെ ജയന്തി ആഘോഷം OBC മോർച്ച എന്ന ഒരു വർഗീയ ബഹുജന സംഘടനയെ, പിന്നോക്കക്കാരുടെ സംഘടന ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് തീർപ്പുണ്ടായിരുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പിന്നെ അതൊരു വേർതിരിവുണ്ടാക്കലാണ്. അങ്ങനെ അതിലെനിക്ക് ഒരു വല്ലാത്ത, ഞാൻ രാവിലെ ഇത്രയുമൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. OBC മോർച്ച ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ BJP വിട്ടൊഴിയുകയാണ്. അത്രയേ ഉള്ളൂ. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുക. കാരണം ഈ BJPയുടെ പ്രത്യേകത ഫേസ്ബുക്കിൽ കൂടെയാണ് മെമ്പർഷിപ്പ് എടുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് കൊടുത്താൽ അത് ഒഴിയുകയും ചെയ്യാമല്ലോ. അവരുടെ നേതാക്കന്മാരും വിളിച്ചില്ലേ? എന്നിട്ട് നേതാക്കന്മാർ വിളിച്ചപ്പോൾ ഞാൻ അവർക്കൊരു അജണ്ട ഉള്ളത് നേരത്തെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം കൂടുതൽ വ്യക്തമായതാണ്. ശിവഗിരി സംഭവത്തിൽ അവർ രഹസ്യമായി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് ഗുരുദേവനെ ഒന്ന് ഹിന്ദുവാക്കി കിട്ടിയാൽ, ഹിന്ദു സന്യാസിയാക്കി ആക്കി കിട്ടിയ എളുപ്പമാണ്. ഒരു ജാതി ഒരു മതം ദൈവം പോകുമല്ലോ. മതമേതായാലും മനുഷ്യനായാൽ മതി, പോകുമല്ലോ. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം പോയി കഴിഞ്ഞാൽ ഗുരുദേവനും പോയല്ലോ. ഗുരുദേവനും അങ്ങ് പോയി കിട്ടിയാൽ പിന്നെ വളരെ ഈസിയല്ലേ ബാക്കിയുള്ള ആടുകളെ പോലെ മേയിച്ച് കൊണ്ടു വളക്കാൻ. പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വരാണോ എന്നുള്ള സമ്മർദ്ദത്തിനൊന്നും വഴങ്ങിയില്ല. ഞാൻ വഴങ്ങില്ല. താങ്കൾ പക്ഷേ ചേർന്നത് CPM-ലാണ്. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ CPI ആണ്. പണ്ട് തിരുവനന്തപുരത്ത് AISF-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അതെ. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് തിരിച്ച് CPI-യിലേക്ക് പോയില്ല? CPI-യിലേക്ക് പോകാത്തതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല. മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു. ഞാൻ CPM-ൽ പോകാൻ കാരണം എനിക്കൊരു റീതിങ്കിങ് ഉണ്ടാക്കി തന്നത് ഈ ശിവൻകുട്ടി മിനിസ്റ്ററാണ്. ഒരു യോഗത്തിൽ അദ്ദേഹം, ഞാൻ കൂടെ ഇരിക്കെ ഒരു യോഗത്തിൽ പറഞ്ഞു, ബാഹുലൻ വല്ലാതെ വഴിതെറ്റിപ്പോയി. ബാഹുലൻ അങ്ങനെ വഴിതെറ്റേണ്ട ആളല്ല, നമുക്ക് നേരായ വഴി കൊണ്ടുവരണം എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ട് പോയെങ്കിലും ഞാൻ അത് വളരെയധികം ആലോചിച്ചു. ഇന്ന കാരണം കൊണ്ടായിരിക്കും പറയുന്നത്. ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളായിരുന്നിട്ട് BJP പോയി എന്നുള്ളതായിരിക്കാം അദ്ദേഹം പറയുന്നത്. ആ സന്ദർഭം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലവണ്ണം ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ഈ വിഷയം വന്നത്. അല്ല, ഈ CPM-ലേക്ക് ചേരുമ്പോൾ അവരെന്തെങ്കിലും ഓഫർ വെച്ചിട്ടുണ്ടോ? അവരൊരു ഓഫറും വെച്ചില്ല. ഞാൻ ഒന്നും ചോദിച്ചതുമില്ല. ഞാൻ അവരോട് പറഞ്ഞൊരൊറ്റ കാര്യം, കേരളത്തിൽ ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അതുകൊണ്ട് ഗുരുദേവ ദർശനം നമുക്ക് സംരക്ഷിക്കണം. ഗുരുദേവ ദർശനം സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കക്ഷിയാണ് CPM. അത്രത്തോളമുള്ള ശക്തി കേരളത്തിൽ CPM-നുണ്ട്. ഭരണമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല CPM-ൻ്റെ പ്രശ്നം. അംഗബലം കൊണ്ടും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടും അവർ വളരെ ബലമുള്ള ഒരു പാർട്ടി കേരളത്തിൽ. അപ്പം ഞാൻ ഗോവിന്ദൻ മാസ്റ്ററോട് ഒരു അപേക്ഷ മാത്രമാണ് വെച്ചത്, ഗുരുദേവ ദർശനം സംരക്ഷിക്കപ്പെടണം. ഗുരുദേവനെ ഹിന്ദു സന്യാസിയാക്കി ഇല്ലാതാക്കരുത്. ഗുരുദേവനെ ചെറുതായി കാണരുത്. നമുക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇവിടെ ജീവിച്ച് മരിക്കണം. അതിൻ്റെ വഴി തുറന്നു തന്നതും കാണിച്ചു തന്നതും ഭഗവാൻ ഗുരുദേവനാണ്. അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഉറപ്പാണത്. ഗുരുദേവ ദർശനം സംരക്ഷിക്കപ്പെടും. ഒന്ന്. രണ്ടാമത്, ഗുരുദേവന്റെ കാര്യത്തിൽ CPM-ന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലേ? രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അവർ പൂർത്തീകരിച്ചോട്ടെ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഉള്ളത് എന്താണ്, ഗുരുദേവ ദർശനം സംരക്ഷിക്കപ്പെടുകയും ഹിന്ദു സന്യാസി എന്ന് പറഞ്ഞ അവർ ഈ BJP-ക്കാർ കൊണ്ട് നടക്കുന്ന ആ ഒരു പരിപാടി പരാജയപ്പെടുത്തണം. അതേ ഉള്ളൂ. താങ്കൾ CPI വിടാൻ കാരണം എന്തായിരുന്നു? CPI വിടാൻ കാരണം
അത് ഇപ്പോഴും പറയാമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നു ആ തിരുവനന്തപുരത്ത്. സീറ്റ് കച്ചവടം എന്നുള്ള ആരോപണം സീറ്റ് കച്ചവടം എന്നുള്ള ആരോപണം വന്നു. അതിൽ വാദപ്രതിവാദം നടന്നു. എനിക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് CPI അതുകൊണ്ട് തന്നെ അത് അവരെ പാർട്ടിക്കാർ തന്നെയാണ് പറഞ്ഞത്. ശിവഗിരിയിൽ നടന്ന പോലീസ് വേട്ടയെ കുറിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആന്റണി ചില പ്രതികരണങ്ങൾ നടത്തി. അന്ന് ശിവഗിരി ആക്ഷൻ കൗൺസിൽ അതിന്റെ സ്ഥാപകൻ കൂടി താങ്കളായിരുന്നു. അന്നേരം ആ AK ആന്റണി പറഞ്ഞ് എനിക്ക് അതീവ ദുഃഖമുണ്ട്, പക്ഷേ ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അവരെ പെട്ടുപോകുമായിരുന്നു. അതുകൊണ്ട് അത് നടപ്പിലാക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ശ്രീനാരായണീയനാണ്, ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നെല്ലാം പറഞ്ഞു. എന്താണ് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം അത് ആന്റണി ആ പറയുന്ന ഒരു വലിയ കാപട്യം ഒളിഞ്ഞിരിക്കുന്നു. കാരണം ആന്റണി ഇപ്പോഴും പൂട്ടിക്കിടക്കുന്ന 10-ൽ കൂടുതൽ പള്ളികളുണ്ട്. അത് ആന്റണിയുടെ കാലത്തുണ്ട്, അതിന് മുമ്പുണ്ട്, അതിൻ്റെ പിമ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. കോടതി വിധി ഒന്നും നടപ്പാക്കാതെ പൂട്ടി താക്കോൽ കൊണ്ടുവന്ന് കളക്ടറേലും ഒക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യാതെ ശിവഗിരിയിൽ മാത്രം ഈ തരത്തിലുള്ള ഒരു കോടതി വിധി നടപ്പാക്കൽ ഇത്ര ധൃതി പിടിച്ച് നടത്തിയപ്പോൾ അതിനകത്ത് വലിയ ഒരു ഗൂഢലക്ഷ്യവുമുണ്ട്, ഒരു ഗ്രാൻഡ് ഡിസൈനുമുണ്ട്. അല്ല, അതിന് ആന്റണി കൂട്ടുതന്നു. താങ്കൾ ഇതിൽ സജീവമായിട്ട് ഇടപെട്ട ആളാണല്ലോ. അതെ. എന്താണ് ആന്റണിയുടെ ഭാഗത്തുണ്ടായ വീഴ്ച? ആന്റണിയുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച, ആന്റണി നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞ വേറൊന്നുമില്ല, ശിവഗിരി മഠത്തിന് 11 അംഗ ബോർഡാണുള്ളത്. അതിൽ വിശേഷാൽ പൊതുയോഗത്തിന് മാത്രമേ പ്രസിഡന്റിനെയും ഭാരവാഹികളും തിരഞ്ഞെടുക്കാനുള്ള അധികാരം ട്രസ്റ്റ് സ്കീം, ഹൈക്കോടതി അംഗീകരിച്ച ട്രസ്റ്റ് സ്കീം അനുസരിച്ച് ഉള്ളൂ. അപ്പോൾ അതിന് മിനിമം 8 പേര് വേണം. ആ 8 പേരില്ല. കാരണം 11 പേരിൽ 5 പേര് രാജിവെച്ച് പോയാൽ പിന്നെ 6 പേരേ ഉള്ളൂ. അതിലും ഒരാൾ രാജിക്കത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി 5 ഉള്ളൂ. അപ്പോൾ ഈ 5 പേരെ ഏൽപ്പിക്കാനുള്ള ബാലസുബ്രഹ്മണ്യൻ്റെ വിധി അവ്യക്തതയുള്ളതാണ്. അപ്പോൾ വ്യക്തത ഇടാൻ തയ്യാറാവണം CM. ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്നുള്ള സീനിയർ റിപ്പോർട്ടറും കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കേരള പേര് പറയാം, MM സുബേർ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം അതായത് അങ്ങ് മുഖ്യമന്ത്രിയെ കാണാൻ പോയ വേളയിൽ, അതെ, വേളയിൽ MM സുബേർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഞാൻ സാധാരണ വളരെ സൗമ്യനായിട്ട് AK ആന്റണിയെ കണ്ടിട്ടുള്ളൂ. AK ആന്റണി അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ക്ഷോഭം പോലെ ഉണ്ടായി. അതായത് ഈ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുക്കണം പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് ഒരു ക്ഷോഭം ഉണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം ബാംഗ്ലൂരിൽ ഒരു IAS ജയിലിലാണ് ഇപ്പോൾ, കോടതി വിധി നടപ്പാക്കത്തിൻ്റെ പേരിലാണ്. എനിക്ക് കോടതി വിധി ആക്കിയാൽ പറ്റും, എനിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. ബാഹുല്യം പറയുന്നത് അപക്വതയാണ് എന്ന് പറഞ്ഞു. അപക്വതയാണെന്ന് പറഞ്ഞു. അതേ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ശരി. അന്നത്തെ ചീഫ് സെക്രട്ടറി ശ്രീ R രാമചന്ദ്രൻ നായരായിരുന്നു. അന്നുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഒരു താല്പര്യം ഇതിലുണ്ടായിരുന്നു. ഈ രാമേന്ദ്രൻ നായർ ഒരു ശിവഗിരി വിരുദ്ധനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു ജാതി ഒരു മതം എന്നുള്ള ഒരു സങ്കല്പത്തിന് എതിരായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അത് ബന്ധപ്പെട്ട് നോക്കിയാൽ അറിയാതെ അദ്ദേഹം ഒരു ശാശ്വതാനന്ദ സ്വാമിയോട് ഒരു ആദരവുമില്ലാതെ വർത്തമാനം പറയുന്ന ആളാണ്. അതേസമയം ബാക്കിയുള്ളവരെയൊക്കെ വലിയ ബഹുമാനത്തോടെ നിന്ന് സംസാരിക്കുന്ന ആൾ. ഈ രാമേന്ദ്രൻ നായർ IAS അദ്ദേഹത്തിന് ഈ ആളുകളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ള ശേഷിയില്ല. ഈ ഒരു ശാശ്വതാനന്ദ സ്വാമിയുടെ എന്തോ ഒരു വിരോധം പോലെയാണ് അദ്ദേഹത്തിൻ്റെ രീതികളും സംസാരങ്ങളും ഒക്കെ. ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമില്ലേ? ഒരുപക്ഷെ K കരുണാകരൻ ലീഡർക്ക് ഏറ്റവും പ്രിയങ്കരനായ സന്യാസി വര്യനായിരുന്നു ശാശ്വതാനന്ദ സ്വാമികൾ. അതെ. അന്നേരം കരുണാകരനും ശാശ്വതാനന്ദ സ്വാമികളുമായിട്ടുള്ള ഒരു അടുപ്പം രാഷ്ട്രീയമായിട്ട് AK ആന്റണിക്ക് ഒരു എതിർപ്പുണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ടോ? ഉണ്ട്. AK ആന്റണി പോലെ അല്ല കരുണാകരനെ ലീഡറെ അദ്ദേഹം കണ്ടിരുന്നത്. സ്വാമി വളരെ സ്നേഹമായിരുന്നു അവർ തമ്മിൽ, അങ്ങറ്റ സ്നേഹമായിരുന്നു. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം കേന്ദ്ര വ്യവസായ മന്ത്രി ആകാശത്തൂടെ ഇറങ്ങി, ഭവനാശത്ത് ലീഡർ വന്ന് ഞങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ച ആളാണ്. ആ സംഭവം AK ആന്റണി ചെയ്ത് ഏറ്റവും വലിയ ഇത്
ഈ ആൻ്റണിക്കുള്ള സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത് കെ കരുണാകരനോട് സ്വാമി കാണിക്കുന്ന സ്നേഹം, അത് ആൻ്റണിയോടുള്ള വിരോധമായി അദ്ദേഹം സ്വയം മനസ്സിൽ കണ്ട എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സി വി പത്മരാജന്റെ റോൾ എന്തായിരുന്നു? സി വി പത്മരാജൻ ഈ സ്വാമിക്ക് സ്വാമി ബിരുസനാണ്. ശാശ്വതികാനന്ദ സ്വാമിക്ക് സി വി പത്മരാജൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു. എന്നെ കണ്ടപ്പോൾ രക്ഷയില്ലെന്ന് കണ്ട് ഞാൻ പോയി സി വി പത്മനാഭൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഞാനായതുകൊണ്ട് അകത്തോടെ കയറിച്ചെല്ലാം ഞാൻ പറഞ്ഞു, വക്കീലെ ഞാൻ ഒരു അഭ്യർത്ഥനയായിട്ട് വന്നതാണ്. എന്താണ്? ഞാൻ ശിവഗിരി സംഭവത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ ഗവൺമെൻറ് മൂവ് ചെയ്യണം, അതല്ലെങ്കിൽ സംഗതി വലിയ ബുദ്ധിമുട്ടാണ്. ഈ ട്രസ്റ്റ് സ്കീമിന് വിരുദ്ധമായിട്ടാണ് ബാലസുബ്രഹ്മണ്യൻ്റെ വിധി. ബാലസുബ്രഹ്മണ്യനെ വേറെ എന്തോ സ്വാധീനിച്ചാണ് ആ വിധി. ബാലസുബ്രഹ്മണ്യം വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോഴും മനുസ്മൃതിയാണ് നിയമസംഹിത എന്നുള്ള ധാരണയുള്ള ആളാണ്. ഇന്ത്യൻ ഭരണഘടന അല്ല പുള്ളിക്ക് വിശ്വാസം, പുള്ളിക്ക് മനുസ്മൃതിയിലാണ് വിശ്വാസം എന്നെനിക്ക് തോന്നുന്നു അങ്ങനെയുടെ രീതി കണ്ടപ്പോൾ. അതുകൊണ്ട് വക്കീൽ ഗവൺമെൻറ്റിന് ഇത് പറഞ്ഞ് ഒന്ന് ചെയ്യിക്കണം. അതൊക്കെ വളരെ താമസിച്ചുപോയി. താൻ വിചാരിക്കുമ്പോൾ നടക്കുന്ന കേസൊന്നുമല്ല, അത് ഗവൺമെൻറ് കാര്യങ്ങളാണ്. അത് നിങ്ങളൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് പോകാനൊക്കില്ല, അത് സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോലീസുണ്ടല്ലോ, നോക്കുമല്ലോ. അവർക്കെല്ലാം അറിയാമായിരുന്നത്, അവർക്ക് നേരത്തെ അറിയാം. അതില്ല ഞാൻ ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായിട്ട് നടന്നതാണ്, മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ദ്രുതകർമ്മ സേന ഒരു മാസത്തേക്ക് മുമ്പ് തയ്യാറെടുക്കേണ്ട ആവശ്യം തോന്നുന്നു. അവർ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. പിന്നെ ഗവൺമെൻറ് ശങ്കർ റെഡ്ഡി അതിനുവേണ്ടി നിയമിച്ചു. ശങ്കർ റെഡ്ഡി ഇവിടുത്തെ റൂറൽ SP ആയിരുന്ന ആളാണ്, ഒരു ആന്ധ്രാക്കാരനാണ്. ഈ ആന്ധ്രാക്കാരനെ ചുമതലപ്പെടുത്തി. ഈ ആന്ധ്രാക്കാരൻ ദ്രുതകർമ്മ സേന എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തൊന്നും ഇല്ലാത്തവന്മാരാണ്. പ്രത്യേക വിഭാഗങ്ങളുണ്ടല്ലോ, അവർക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവർ. അവരെ വെച്ച് ദ്രുതകർമ്മ സേന ഉണ്ടാക്കി ഈ വളരെ ഇത് രീതിയിൽ എന്താ പറയുക, ഈ ഗറില്ലകളെ പോലെ അവരെ പ്ലാൻ ചെയ്ത് ഒളിപ്പോരാളികളെ പോലെ ആക്കി അവരാണ് ആക്ഷൻ ഉണ്ടാക്കി. അതാണ് ഈ അവിടെ നല്ല ആരോപണങ്ങൾ. അപ്പം ഈ ഏക്കാൻ്റെ പറഞ്ഞാലും ഒരു തെറ്റായ ഒരു പദപ്രയോഗം നടത്തി. എന്താണത്? അവിടെ ഒരാൾ വന്നിരുന്നു, ഞാനിപ്പോൾ പേര് പറയുന്നില്ല. അത് മദനിയായിരിക്കും ഉദ്ദേശിച്ചത്. മദനിയാണ്. അല്ല, അത് പക്ഷേ എപ്പോഴും ഈ ശിവഗിരി വിഷയത്തിൽ ഇപ്പൊ ഈ പോലീസ് ആക്ഷൻ നടത്തിയ വിഭാഗം ആരോപിക്കുന്ന ഒരു അന്നേ ഉണ്ട്. ആൾക്കാർ കയറി വന്നു, പോലീസിന് നേരെ മുളക് സ്പ്രേ ഉപയോഗിച്ചു, അവരെ അവിടെ കയറ്റി ശിവഗിരിയെ പ്രതിരോധിക്കാൻ നോക്കി എന്നുള്ള രാഷ്ട്രീയമുണ്ട്. യഥാർത്ഥത്തിൽ അതിലെന്താണ് സംഭവം? അതിൽ ഒരു കഴമ്പുമില്ല, പച്ചക്കള്ളമാണ്. മദനി അവിടെ വന്നത് കോൺഗ്രസ് നേതാവ് അവിടെ നിരാഹാരം കിടന്നപ്പോൾ കാണാമെന്നാണ്. നിരാഹാരം കിടന്ന് കാണാമെന്നതിന് മദനിയുടെ പാട്ടിന് പോയി. ഒരാളിന് പേര് പറയണം, ഒരൊറ്റ ആളിൻ്റെ പേര് ഇവർ പറയട്ടെ. ഇവരുടെ സംവിധാനം ഉപയോഗിച്ച് അവർ നോക്കിയാൽ ഒരാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഒരാളുടെ പേര് പറയാനൊക്കെ സാധിക്കുമോ? പച്ചക്കള്ളമല്ലേ ഇവർ പറഞ്ഞു. ഞങ്ങളാകെ 100-150 പേര് അകത്തേ ഉണ്ടായിരുന്നുള്ളൂ, അവിടെ ഭക്തജനങ്ങളാണ്. AK ആന്റണി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ വളരെ നിഷ്പക്ഷനും ആദർശശാലിയുമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് എന്ത് പിഴവാണ് ഇക്കാര്യത്തിൽ? ഒരുപക്ഷെ ഒരു സമുദായത്തിന്റെ വികാരം വ്രണപ്പെടും എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലയോ? എന്തായിരിക്കും അദ്ദേഹത്തിന് പറ്റിയ പാളിച്ച? അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹത്തിന് പമ്മി ഇരുന്ന് കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള ആളാണ്. അദ്ദേഹത്തിനൊരു ഒരു ഇമേജ് അഡിക്ഷനുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇമേജ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത രോഗം ബാധിച്ച ഒരാളാണ്. അതുമാത്രമല്ല, ഒരാളുടെ വിരോധം തോന്നിയാൽ രഹസ്യമായി അവൻ്റെ കട്ടപ്പുക അവരെ കാണുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അത് ഇരുചെവി അറിയാതെ ചെയ്യാനുള്ള ശേഷിയുണ്ട്. ഇത് ശാശ്വതാനന്ദ സ്വാമിയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി ചില സന്യാസിമാരെ കൂട്ടുപിടിക്കുന്നു, കോൺഗ്രസ്സുകാരനായ SNDP യോഗം നേതാക്കളെ കൂട്ടുപിടിക്കുന്നു, പിന്നെ നീരസമുള്ള പത്മരാജനെ കൂട്ടുപിടിക്കുന്നു, സ്വാമിയോട് എതിർപ്പുള്ള വക്കം പുരുഷോത്തമനെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ സ്വാമിക്കെതിരായിട്ടുള്ള മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ കൂടെ ഫലമാണ് ആന്റണിയുടെ ഈ നിഷ്ഠൂരമായ നരവേട്ട. കഴിഞ്ഞ ദിവസം ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു അവിടെ നരനായാട്ടാണ് നടന്നത്, ഞാൻ സാക്ഷിയാണ്. അന്നത്തെ ആ ഒരു ദിവസം താങ്കൾ ഇപ്പൊ എങ്ങനെയാണ് ഓർക്കുന്നത്? കാരണം താങ്കൾ അതിക്രൂര മർദ്ദനത്തിന് വിധേയമായ ഒരു ദിവസമായിരുന്നു. അതെ, അത് ഞാൻ ഓർക്കുന്നത്. വൈകുന്നേരം എന്നെ ശാശ്വത സ്വാമി പറഞ്ഞു, ഇതിൻ്റെ ചുമതല ബാഹുല്യനാണ് ഇന്നത്തെ രാത്രി ആണത്തെ ഓപ്പറേഷൻ. ഞാൻ SNDP യോഗത്തിൻ്റെ കൗൺസിലറാണ്. SNDP യോഗത്തിൻ്റെ കൗൺസിലിൽ നിന്ന് ഒരാൾ മാത്രമേ ശിവഗിരി മഠത്തിലുള്ളൂ, ബാക്കിയെല്ലാം മറ്റേ പക്ഷമാണ് അന്നുണ്ടായിരുന്ന. അപ്പം ഞാനത്
വളരെ നോക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്തജനങ്ങൾ, ചെറുപ്പക്കാർ, പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പൊക്കോ, അടി നടക്കും, എവിടെയെങ്കിലും നിൽക്കരുത്. പിന്നെ അമ്മമാർ, ഞാൻ പറഞ്ഞ അമ്മമാർ നിങ്ങൾ പോകണം. അപ്പോൾ ദാക്ഷായണി അമ്മ എന്ന് പറയുന്ന ചേപ്പാടുള്ള അമ്മ വലിയ ഗുരുഭക്തിയുള്ളവരാണ്. അവരുടെ മകൻ ഇപ്പോൾ ചേപ്പാട് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. ആ അമ്മ അത് ഞാൻ പോവില്ല, എന്ത് സംഭവിച്ചാലും പോവില്ല, ശിബിരി സംരക്ഷിച്ചേ ഞാൻ പോകും. ഇപ്പോൾ രാവിലെ, വെളുപ്പാൻ രാവിലെ ഇങ്ങനെ ലൈറ്റുകൾ, ഇരുട്ടാണ്, വെളുപ്പാൻ രാവിലെ ഒരു 4 മണിയാവും, ഇങ്ങനെ ലൈറ്റ് കാണാം. ഈ വാഹനങ്ങളിങ്ങനെ ആ ഇറങ്ങി വരുന്നത്, പോലീസ് വാഹനങ്ങൾ വലിയ അനേക വാഹനങ്ങളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ വരുന്നു. ഞാൻ മൈക്കെടുത്തു, ഞാനും വിഷമിച്ചു പോയി. അടി ഉറപ്പാണ് എന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോടൊരു അഭ്യർത്ഥനയുണ്ട്, ഞങ്ങൾ സമാധാനപരമായി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. പിന്നെ അത് റെക്കോർഡല്ലേ, അത് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തില്ലേ, മനോരമ റിപ്പോർട്ട് ചെയ്തില്ലേ, എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ, ഞാൻ അത് അനൗൺസ് ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാരണവശാലും ശിവഗിരി മഠത്തിൽ കയറരുത്, പോലീസ് കയറരുത്. ഞങ്ങളാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റാം, ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാം. അതൊന്നും കേൾക്കാതെ കയറുകയാണ്. ഒരു അന്യ രാജ്യത്തിന് ആക്രമിക്കും പോലെ, ഗറില്ലകളെ പോലെ, പോരാളികളെ പോലെ വന്നടിക്കുകയാണ്. ലാത്തി ചാർജും എന്തെല്ലാം. ഇങ്ങനെ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ അടികൊണ്ട് ശീലമുള്ളവനായുണ്ട്. ഞാൻ വിചാരിച്ച അതുപോലത്തെ അടിയായിരിക്കും. എനിക്ക് ASFൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിരവധി പ്രാവശ്യം അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് കുറച്ച് കടുത്തുപോയി. അവിടെ നിന്ന് സ്ത്രീകളെ എല്ലാവരെയും മർദ്ദിച്ചു. സന്യാസിമാർ കേൾക്കണം. വളരെ പാവപ്പെട്ട സന്യാസി ഉണ്ടായിരുന്നു, പവിത്രാനന്ദ സ്വാമി. അദ്ദേഹത്തിനെ കണ്ടാൽ ആരും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് പോലും തൊടില്ല, അത്ര നിഷ്കളങ്കനായ സ്വാമിജിയാണ്. എപ്പോഴും ചിരിക്കുന്ന സ്വാമി, പവിത്രാനന്ദ സ്വാമി. ജനറൽ സെക്രട്ടറി ആയിരുന്ന സ്വാമിയെ മർദ്ദിച്ച് ആ കിടപ്പിൽ അനേകം മാസങ്ങൾ കിടന്ന് അദ്ദേഹം നമ്മെ വിട്ടുപോയി. അത് ശരി. വിശ്വകാജി മഠത്തിൽ ഉണ്ടായിരുന്ന അശ്വശാനന്ദ സ്വാമി അടുത്ത കാലത്ത് മരിക്കാൻ എന്താണ് കാരണം? അത്ര പ്രായമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണ്, ആ ഫോട്ടോ പത്രത്തിൽ വന്നു, കണ്ണ് വെടിച്ചാളിപ്പോയി. ആ അശ്വശാനന്ദ സ്വാമി കിട്ടിയ ഭീകരമർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം കിടന്ന് നരകിച്ച് മരിക്കുകയാണ് ചെയ്തത്. വിശ്വനാഥാനന്ദ സ്വാമി എത്ര പ്രായമായ മനുഷ്യൻ എൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കുകയാണ്. ഞാൻ താങ്ങി, എനിക്കും കിട്ടി കുറച്ചടി, എനിക്ക് ഒഴിവാക്കാൻ പറ്റും. അദ്ദേഹവും ഈ അടിയുടെ ആഘാതത്തിൽ ഏറ്റു. ആ മർദ്ദനമേറ്റ് തന്നെയാണ് കിടന്ന് അവർ നമ്മൾ വിട്ടുപോയത്. ആ അമ്മ മരിച്ചതിൽ എൻ്റെ അമ്മ മരിച്ച പോലത്തെ ദുഃഖം എനിക്കുണ്ടായി. ശങ്കർ റെഡ്ഡി അവിടെ വന്നല്ലേ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നല്ലോ. അതെ, അത് അവർ കയറി ശിവഗിരി, നമ്മൾ കേരള കൗമുദി അന്ന് കൊടുത്ത മെയിൻ സ്റ്റോറിയുടെ ഹെഡിങ് ശിവഗിരി ചവിട്ടി പൊളിച്ചു എന്നാണ് പോലീസ്, അല്ലേ? ശിവഗിരി ചവിട്ടി പൊളിച്ചു തന്നെ. അത് അവർ കയറി ആൾക്കാരെ അടിച്ചിട്ട് അവിടെ കാണുന്ന എല്ലാം അടിച്ചു പൊളിച്ചു. സമാധി മാത്രം ഒന്ന് അവിടെ കയറി സമാധി പൊളിക്കാനൊന്നും കയറിയില്ല. അവിടെ കുറച്ച് കയറിയെങ്കിലും അവിടെ എന്ത് വന്നാലും മരിക്കാൻ തയ്യാറായി നമ്മളൊരു 10-15 പയ്യന്മാർ പാവം ആ ഗേറ്റിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവരങ്ങനെ നിന്നപ്പോൾ അവിടെ വന്നില്ല. പോലീസ് അതുവഴി കറങ്ങിയേറ്റൊക്കെ പോയി അവരെ ഒന്നും അടി കൊടുത്തവർക്ക്. എന്നിട്ട് ഇവർ പുതിയ ആൾക്കാരെ പ്രകാശാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ളവർ അവരെ ചുമതല കൈമാറി. അങ്ങനെ സംഭവിച്ചോ? ചുമതല കൈമാറാൻ സാധിക്കുന്നില്ലല്ലോ. ഭരണപരാതി അത് അന്ന് എനിക്ക് ഇവർ അനധികൃതമായി അവരെ ഏൽപ്പിച്ചു അധികാരികൾ. എന്നിട്ട് താങ്കളെ പിന്നീട് ജയിലിലാക്കിയില്ലേ? എന്നെ ജയിലിലാക്കി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ ഈ മനുസ്മൃതിയുടെ അടിത്തറയിൽ നിന്നുള്ള വിധിയുണ്ടല്ലോ. അപ്പം ഞാൻ പുത്തരിക്കണ്ട മൈതാനത്തിൽ പ്രതിഷേധ ജാഥ കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ ജഡ്ജി വലിയ ക്രിമിനൽ കുറ്റമാണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഗുരുദേവൻ്റെ ഒരു ജാതി എന്ന സന്ദേശത്തിന് എതിർക്കുന്ന ആളാണ്. കാരണം ഒരു ജാതി എന്ന് പറയുമ്പോൾ അത് ഹിന്ദു മതത്തിനിട്ട് ഒരറ്റ അടിയാണ്. 4 തൂണിൽ നിൽക്കുന്ന ഹിന്ദു മതത്തിന് ഒരു ജാതി പറ്റുന്നതല്ല. ആ ഒരു ജാതി എന്ന് പറയുന്നതിന് കടുത്ത വിരോധിയാണ് ഈ ബാലസുബ്രഹ്മണ്യം. ഈ ബാലസുബ്രഹ്മണ്യം ഇന്ത്യയിൽ ജാതി പ്രചരിപ്പിക്കാനോ പറയാനോ പാടില്ല ഈ രാജ്യത്ത്. അങ്ങനെ രാജ്യത്ത് അങ്ങനെ പ്രചരിപ്പിക്കുന്നവൻ ക്രിമിനൽ കുറ്റവാളിയാണ്. അങ്ങനെ ഈ ബാലസുബ്രഹ്മണ്യം ആ അർത്ഥത്തിൽ ക്രിമിനലാണ്. ജഡ്ജിയായിരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. ഇദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് മാറ്റണം.
എന്ന് പ്രസംഗിച്ചു. മാറ്റണം, പിന്നെ ഇമ്പീച്ച് ചെയ്ത് മാറ്റണം, അതിനുള്ള നടപടി ഇവിടുത്തെ ഇന്ത്യൻ പാർലമെൻറ്റ് എടുക്കണം എന്ന് പ്രസംഗിച്ചു. അതിനാണ് എന്നെ ഈ കേസിൽ പ്രതിയാക്കി 3 മാസം ശിക്ഷിച്ചത്. 3 മാസം ജയിലിൽ കിടന്നു. 3 മാസം ജയിലിൽ കിടന്നു. ഞാൻ ആദ്യം ഹൈക്കോടതിയിൽ അതിനു വേണ്ടി വാദിച്ചു. മാപ്പ് പറയാൻ പറഞ്ഞു. ജസ്റ്റിസ് മാപ്പ് പറയാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ജഡ്ജിയാണ്, സുപ്രീം കോടതി ജഡ്ജിയായി, പിന്നെ പെട്ടെന്ന് മറന്നുപോയി പേര്. അപ്പം ഞാൻ പറഞ്ഞ് മാപ്പൊന്നും പറയില്ല, എനിക്ക് വേണ്ടി ആണ് കോർട്ടലക്ഷ്യം ഉണ്ടാക്കിയെങ്കിൽ മാപ്പ് പറയാം. ഞാൻ ശ്രീനാരായണ സമൂഹത്തിനോട് കാണിച്ച അതിക്രൂരതയും വളരെ പാർഷ്യാലിറ്റിയും ഒരു ജഡ്ജി കാണിക്കുമ്പോൾ ആ ജഡ്ജിയാണ് ഞാൻ വിമർശിച്ചത്. അദ്ദേഹം ട്രസ്റ്റ് സ്കീമിനെയാണ് അദ്ദേഹം തകിടം മറിച്ച് കളഞ്ഞത്. ട്രസ്റ്റ് സ്കീം എന്ത് പറയുന്നു അതനുസരിക്കാൻ വേറൊരു ജഡ്ജി ബാധ്യതയുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ജഡ്ജിമാരിരുന്നാണ് ട്രസ്റ്റ് സ്കീം ഉണ്ടാക്കിയത്. അത് ഒരു ജഡ്ജി ഇരുന്നുകൊണ്ട് അതിന് എതിരായിട്ട് വിധി പ്രഖ്യാപിക്കുന്നത് തെറ്റല്ലേ? ഞാൻ അതുകൊണ്ടാണ് വിമർശിച്ചത്. അത് എൻ്റെ ശ്രീനാരായണ സമൂഹത്തിന് വേണ്ടി ഇതാണ്, അത് എനിക്ക് വേണ്ടിയാണ് ഞാൻ മാപ്പ് പറയാം. അതുകൊണ്ട് എനിക്ക് മാപ്പൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ മാപ്പും പറയാൻ ബാക്കിയുള്ള മാപ്പ് പറഞ്ഞ് എല്ലാം ഈ കോർട്ടലക്ഷ്യ കേസിലുള്ള ആൾക്കാർ പോകുമല്ലോ, ഞാൻ മാപ്പ് പറയാൻ പോയില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇയാളെങ്ങനെ 3 മാസം കിടന്നോന്ന് പറഞ്ഞു. ശരി, 3 മാസം സന്തോഷത്തോടെ കിടന്ന്. പക്ഷേ സുപ്രീം കോടതി പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു കൊച്ചു കോടതിയല്ലേ ഹൈക്കോടതി. അന്ന് എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. ഇതേപോലെ 10-25 കോടതി ഇന്ത്യയിലുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ വലിയൊരു കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി. അവർ പറയട്ടെ, ഞാൻ അവിടെ പോവാം. അവർ പറഞ്ഞാൽ ഓക്കെ. അങ്ങനെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പോയപ്പോൾ കീഴ്ക്കോടതി ശരി വെച്ചു. അങ്ങനെ 3 മാസം കിടന്നു സെൻട്രൽ ജയിലിൽ. അന്നേരം അന്നത്തെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. എനിക്ക് എത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെതിരായി ഏത് ശക്തി വന്നാലും എനിക്ക് ഗുരുദേവൻ തന്നെ ഒരു ശക്തി തരുന്നുണ്ട്. ഇപ്പോൾ ഈ BJP പോലെയുള്ള എന്നെ അങ്ങേറ്റം ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, എനിക്ക് എല്ലാ സ്ഥാനമാനങ്ങളും വാരിക്കോരി തന്ന BJPയെ എനിക്ക് എതിർക്കേണ്ടി വന്നില്ലേ? വേണ്ടാന്ന് വെച്ചില്ലേ? അത് ഗുരുദേവൻ എനിക്ക് തന്ന ശക്തിയല്ലേ? അല്ലെങ്കിൽ ആ മഹത്തായ പ്രസ്ഥാനം, വലിയ പ്രസ്ഥാനം, ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ എത്ര ചെറുതാണ്. പക്ഷേ അവരെക്കാളും വലുതാണ് ഗുരുദേവ ദർശനത്തിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആരെക്കാളും വലിയൊരു ദർശനത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു ഉൾബലമുണ്ടാവും. അങ്ങനെ ഒരു ഉൾബലത്തിൻ്റെ ബലത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഈ അവസരത്തിൽ AK ആൻ്റണി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയതിനെ കുറിച്ച് എന്ത് പറയും? അത് ആവശ്യം ഉണ്ടായിരുന്നു. AK ആൻ്റണി ഈ പ്രതികരണം നടത്തിയതിൽ ഒരു വിലാപമുണ്ട്. എന്താണ്? എന്നെ സംരക്ഷിക്കാൻ ഒരു കോൺഗ്രസ്സുകാരും ഇല്ല. ആ വിലാപത്തിൻ്റെ കാരണം എന്താണ്? ഈ AK ആൻ്റണി ഇതൊക്കെ ചെയ്തിട്ടും കരുണാകരനോട് പോലും ചോദിച്ചില്ല, സഹപ്രവർത്തകരായ കോൺഗ്രസ്സുകാരോട് ചോദിച്ചില്ല. ഉപസമിതി അംഗങ്ങളുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കില്ല. ആ കടവൂർ ശിവദാസൻ കൊന്നുകളഞ്ഞാൽ സമ്മതിക്കില്ല ശിവേരി അടിക്കാൻ. CB പത്മനാഭൻ ഉപസമിതിയിലുണ്ട്, അയാളുടെ മാത്രം ആലോചിച്ചു. ആരോടും ആലോചിക്കാതെ തോന്നിയവാസം കാണിച്ചിട്ട് ആരും എന്നെ സഹായിക്കാനില്ല, അതെന്തോന്ന് പറച്ചില്ല. അപ്പോൾ മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറയാമോ? ആരോടും ആലോചിക്കാതെ ഒരു തോന്നിയവാസം കാണിച്ചിട്ട് ആരും സഹായിക്കാനില്ലെന്ന് പറഞ്ഞാൽ അത് ശിവഗിരിയിൽ അന്ന് നടന്നത് നരനായിട്ട് തന്നെയായിരുന്നു എന്ന് താങ്കൾ. നരനായാട്ടെന്ന് വെച്ചാൽ നരനായട്ടിനേക്കാൾ വേറൊരു വാക്കില്ല എനിക്ക് തോന്നുന്നു. ഈ അന്യരാജ്യത്തെ ആക്രമിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഈ പഹൽഗാമിൽ നമ്മളെ രാജ്യത്ത് കയറി ആക്രമിച്ചവരെ ആക്രമിച്ചില്ലേ, ആ രീതി പോലെയാണിത്. ഭയങ്കര രീതിയായിരുന്നു അത്. അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റൂ. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചരിത്രത്തിലേ കാണൂല, കേരളത്തിൻ്റെ ചരിത്രത്തിലേ കാണൂല. ഇത്രയും കൊടിയ പോലീസ് ഭീകരത. ഇപ്പം നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ സംസാരിക്കുന്ന വേള ഇപ്പോൾ അടുത്ത ദിവസം ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ഇപ്പോൾ താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണ്. എന്ത് പറയുന്നത് അതേക്കുറിച്ച്? അയ്യപ്പ സംഗമമൊക്കെ ഞാനിപ്പോൾ ഒരു പാർട്ടിയുമായി സഹകരിച്ച് പോകാൻ തീരുമാനിച്ചാണ്. അവരെടുക്കുന്ന തീരുമാനത്തോടാണ് യോജിപ്പ്. അവരുടെ പാർട്ടി ഏതെങ്കിലും ഘടകത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി താങ്കൾക്ക് ഓഫർ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഓഫറുകളിലൊന്നും അല്ല ഒരു പ്രാധാന്യം വന്നത്. ചർച്ച ചെയ്തത് മുഴുക്ക ഗുരുദേവ ദർശനമാണ്. ഗുരുദേവ ദർശനം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം, അതിന് കോംപ്രമൈസ് ഇല്ല. ആ കാര്യം മാത്രമാണ് എൻ്റെ ഡിമാൻഡായി വന്നത്, വേറൊന്നുമില്ല. അതിന് CPയേക്കാൾ കുറേ കൂടെ പ്രബലമായ ഒരു കമ്മ്യൂണിസ്റ്റ് കക്ഷി എന്ന് പറഞ്ഞാൽ CPM തന്നെയാണ്. CPMനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ 10% CPIക്കുള്ളൂ. അപ്പോൾ അതിശക്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ നമ്മൾ ആശ്രയിക്കാമെന്ന് വിചാരിച്ച് തന്നെയാണ്
എം.വി. ഗോവിന്ദൻ ആണ് മെമ്പർഷിപ്പ് തന്നത് അല്ലേ? മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശൈലി അറിയാവുന്നുള്ളത് കൊണ്ട് ആ മെമ്പർഷിപ്പൊക്കെ അവർക്ക് ഒരു രീതിയുണ്ട്. അവര് ഗ്രൂപ്പ് മെമ്പർ അവർ ആദ്യം ഫോളോ ചെയ്തിട്ട് ആ മെമ്പർഷിപ്പ് പുതിയതായിട്ട് വരുന്നവർക്കല്ല മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് രീതികൾ എനിക്ക് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ശരിക്കും ഈ ആരാണ് ഈ കെ.എ. ബാഹുലേയൻ? എങ്ങനെയാണ് താങ്കൾ ഈ പൊതുരംഗത്തേക്ക് വരുന്നത്? ഞാൻ പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ ജനിച്ച നെടുമങ്ങാടിൻ്റെ ഉൾഗ്രാമമാണ്, പനക്കോടാണ്. എൻ്റെ അച്ഛനൊരു കുത്തകക്കാരൻ ആയിരുന്നു, കോൺട്രാക്റ്റായിരുന്നു. അപ്പോൾ നെടുമങ്ങാട്ട് ഞങ്ങൾക്ക് വീടുണ്ട്. ഈ ഗ്രാമത്തിൽ എം വിജയകുമാറും എൻ്റെ ഗ്രാമത്തിലുള്ളതാണ്. അത് ശരി. അപ്പം ഞങ്ങളെല്ലാം ലൈബ്രറി ഉണ്ട്. എൻ്റെ അച്ഛൻ സ്ഥാപിച്ച ഒരു ലൈബ്രറി ഉണ്ട്, അതിൻ്റെ പേര് ജനതാ ലൈബ്രറി എന്നാണ്. അപ്പോൾ ആ ജനതാ ലൈബ്രറിയിലെല്ലാം പോയി പുസ്തകമൊക്കെ വായിക്കും. ഒത്തിരി വായനയൊക്കെ ഉണ്ട്, ചർച്ചകളൊക്കെ ഉണ്ട്. എം വിജയകുമാർ, ഞാനൊക്കെ എം വിജയകുമാറിനേക്കാളും കുറേ ജൂനിയറാണ്. അപ്പം ഞങ്ങളെ ചേട്ടന്മാരെ പോലുള്ള ആൾക്കാരുണ്ട് അവിടെ. അവരൊക്കെ വിളിച്ചിരുത്ത് അവർ കഥകളൊക്കെ പറയും, കാര്യം പറയും, അക്ഷരശ്ലോകം പറയും. അങ്ങനെ ആ പുസ്തകം വായനയിലൂടെ ഞാൻ ചെറിയ ഒരു 9 വയസ്സായപ്പം എൻ്റെ അച്ഛൻ്റെ ശാഖാ പ്രസിഡൻ്റാണ് അച്ഛൻ, സ്ഥാപകനാണ് ശാഖയുടെ. അപ്പം അച്ഛൻ്റെ കൂടെ ഞാൻ എവിടെ പോവും? ഈ ശാഖയിൽ പോവും. അപ്പോൾ ഗോപാല സാർ യൂണിയൻ്റെ സെക്രട്ടറി, അദ്ദേഹം വീട്ടിൽ വന്നിട്ട് അച്ഛനുമായിട്ട് പോയി. അപ്പോൾ ഞാനും കൂടെ അച്ഛൻ്റെ കൂടെ പോകും. ഞാൻ ഏറ്റവും ഇളയവനായതുകൊണ്ട് ഞാൻ നെടുമങ്ങാട്ട് വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ വന്നിട്ട് ഞാൻ തിങ്കളാഴ്ച നെടുമങ്ങാട്ട് വീട്ടിലേക്ക് പോകും. നെടുമങ്ങാട്ടാണ് പഠിത്തമൊക്കെ. അപ്പോൾ അച്ഛനൂടെ പോകുമ്പം ഈ ഗോപാല സാർ പറഞ്ഞ്, 3-4 പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമുക്ക് സംഘടന ഉണ്ടാക്കണ്ടേ, നമുക്കൊരു ബാലസംഘം ഉണ്ടാക്കാം, ബാലസമാജം ഉണ്ടാക്കാം. കൺട്രാക്റ്റിൻ്റെ മോൻ തന്നെ പ്രസിഡൻ്റായിട്ട് ഇരിക്കട്ടെ. എൻ്റെ ഒരു മാമൻ്റെ മോനെ ജനറൽ സെക്രട്ടറി ആക്കി. ഞാൻ 5ൽ പഠിക്കുന്നു, എന്നെ പ്രസിഡൻ്റുമാക്കി. അങ്ങനെ ശ്രീനാരായണ പ്രസ്ഥാനത്തിലാണ് ഞാൻ പ്രവർത്തനം 9 വയസ്സിൽ തുടങ്ങുന്നത്. അതിന്നും അങ്ങനെയാണ്. പിന്നീട് പൊതുപ്രവർത്തന രംഗത്ത് നിന്നപ്പോഴും SNDP യോഗം വിട്ടിട്ടേയില്ല. SNDP യോഗ പ്രവർത്തനത്തിൽ നിന്നും മാറിയേ നിന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഏത് പാർട്ടി ആയാലും BJP ആയാലും എവിടെ പോയാലും അചഞ്ചലമായി നിലകൊള്ളുന്ന പ്രസ്ഥാനം SNDP യോഗമാണ്. ഇന്നും അതാണ്. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം SNDP യോഗം ഉണ്ടായാലും SNDP ഉണ്ടാക്കിയാലും ഞാൻ വിമർശിക്കാനും നടന്നിട്ടില്ല, അവരെയൊന്നും എതിർക്കാനും നടന്നിട്ടില്ല. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകും, സ്വാഭാവികം. അതൊക്കെ പറയേണ്ടടുത്ത് പറയും, അല്ലാതെ മൈക്ക് കെട്ടി വെച്ച് പറയുക, TV-യിൽ പറയുക, പ്രക്ഷോഭം നടത്തുക, അതൊന്നും പരിപാടിയൊന്നുമില്ല. കാരണം SNDP യോഗം എന്ന് പറയുന്നത് നിലനിൽക്കണം, ശ്രീനാരായണ ദർശനം നിലനിൽക്കണം. ഇവിടെ ഞാൻ ജനിച്ച നാട് പനക്കോടാണെങ്കിലും ഞാൻ ജനിച്ചത് നെടുമങ്ങാട് വീട്ടിലാണ്. അപ്പോൾ നെടുമങ്ങാട്ട് തന്നെ പഠിക്കേണ്ടി വന്നു, നെടുമങ്ങാട്ട് തന്നെ ജീവിക്കേണ്ടി വന്നു. നെടുമങ്ങാട്ട് മുസ്ലിങ്ങളാണ് കൂടുതലും ഞാൻ സഹകരിച്ചിട്ടുള്ളത്. ആ ഉമ്മമാരും ആ മാമമാരും എൻ്റെ ആ കാക്കന്മാരെയും എനിക്ക് മറക്കാൻ പറ്റില്ല. ഈ മുസ്ലിം വിരോധം കൊണ്ട് നടന്നാൽ അവരുടെ ഇടയിൽ എനിക്കെങ്ങനെ അവരെ ഫേസ് ചെയ്യാൻ സാധിക്കും? എൻ്റെ കൊച്ചു ഗ്രാമം പനക്കോട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളാണ് കൂടുതൽ. ഇവിടെ ക്രിസ്തീയ വിരോധവും, വടക്കേ ഇന്ത്യയിലെ കന്യാസ്ത്രീമാരെ ബലാത്സംഗം ചെയ്യുക, അവരെ കൊല്ലുക, അവരെ കേസിൽ പ്രതിയാക്കുക, എങ്ങനെയാണ് ഞാൻ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കുന്നത്? ഇങ്ങനെ ഒരു ക്രിസ്തീയ വിരോധം കൊണ്ട് എനിക്ക് ജീവിക്കാവുക? ഞാൻ മഹാനായ മന്നത്തിന് നേതാവായി കാണുന്നവനാണ്. മന്നം മഹാനെന്ന് ഞാൻ പറയാൻ കാരണം, മന്നം ഒരിക്കൽ പറഞ്ഞു, നാം കേരളീയർ എല്ലാവരും ശ്രീനാരായണീയരാണ്. എന്തിനാണ് മന്നം അങ്ങനെ പറഞ്ഞത്? നാം ജാതികളായി ജീവിക്കുമ്പോഴും നാം ആത്മസഹോദരങ്ങളാണ്, ഒരമ്മ പെറ്റ മക്കളാണ്. അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കണം, അങ്ങനെ കേരളത്തിൽ ജീവിച്ച് കാണിക്കണം. അത് മന്നം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ മന്നത്ത് പത്മനാഭനെ ഞാൻ മഹാനായ മന്നത്ത് പത്മനാഭൻ പറയുന്നത്. ജീവിതത്തിൽ വലിയ തിരിച്ചടികളും അല്ലെങ്കിൽ ദുഃഖങ്ങളും നേരിട്ടിട്ടില്ല? ഒരുപാടുണ്ട്. അതൊക്കെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പിന്നെ എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടിയത് CPIയിലായിരുന്ന കാലത്തും എന്ത് സ്നേഹമാണ് അവർക്കൊക്കെ. ബിനോയ് വിശ്വനും ഞാനും KP രാജേന്ദ്രനൊക്കെ ഒരേ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ഫെഡറേഷനിൽ വന്നവരല്ലേ. ഇന്നും രാവിലെ ഞാൻ ബിനോയായിട്ട് സംസാരിച്ചില്ലേ. ബിനോയ് നമ്മളോട് വരാത്തുനിന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് കാണാം എന്ന് പറഞ്ഞു. പന്ന്യൻ രവീന്ദ്രൻ എത്രയോ വർഷങ്ങളായുള്ള ബന്ധം, 1970 മുതലുള്ള ബന്ധം പന്ന്യൻ രവീന്ദ്രനുമായിട്ട്, 1969 വരെയുള്ള ബന്ധം ബിനോയിയായിട്ട്, KP രാജേന്ദ്രനുമായിട്ട്, IB ശശങ്കനുമായിട്ട്, KN അബ്ദുൽ ഖാദറുമായിട്ട്, അവരുമായിട്ട് എല്ലാം ബന്ധങ്ങളല്ലേ. അപ്പോൾ എൻ്റെ നാട്ടിൽ
CPI-ക്കാർ എന്നോട് എന്ത് ആദരവും സ്നേഹമാണ് കാണിക്കുന്നത് ഇപ്പോഴും, ഞാൻ പാർട്ടി വിട്ടുപോയിട്ടും. അപ്പോൾ ഇനി ഒരു കാര്യം മനസ്സിലായി, നിങ്ങൾ എവിടെ നിന്നാലും നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് യോഗ്യമായ രീതിയിൽ പെരുമാറിയാൽ അവർ നിങ്ങൾ എവിടെ പോയാലും കുഴപ്പമില്ല, നിങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു മാർക്കിടും. അത് ഇപ്പോൾ BJP നിന്ന് ഇറങ്ങിയപ്പോഴും തെറിവിളിയൊക്കെ ഒരുപാടുണ്ട്, ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് തെറിവിളി. ഈ കേരളത്തിൽ പക്ഷേ ജാതി ചിന്ത കൂടി വരികയല്ലേ? വളരെ കൂടുന്നു. അതുകൊണ്ടാണ് ഗുരുദേവ ദർശനത്തിൻ്റെ പ്രസക്തിയും കൂടി വരുന്നത്. അതെ അതെ, ഗുരുദേവൻ്റെ സമാധിയായിട്ടുള്ളതിൻ്റെ ശതാബ്ദിയിലേക്ക് ഇനിയിപ്പം 2028 ശതാബ്ദി ആണ്. പക്ഷെ അന്ന് ഈ ആശയവിനിമയ ഉപാധികൾ വളരെ കുറവായിരുന്ന കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇപ്പോഴും അത് ഓരോ ദിവസവും പ്രസക്തി വർദ്ധിച്ചു വരുന്ന മാത്രമല്ല, ഇപ്പോഴും എനിക്ക് ഒരു പുതിയ പ്രതിഭാസം ഞാൻ കണ്ടത് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേടൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ റാപ്പ് സംഗീതത്തിനകത്തെ ഉള്ളടക്കം കേൾക്കാൻ ധാരാളം യുവജനങ്ങൾ കൂടുന്നു. അതിൽ ജാതിമത ഭേദമില്ലാതെ കൂടുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ കാണാൻ വരുന്ന ചെറുപ്പക്കാർ പല ജാതി പദമതിൽപ്പെട്ടവരാണ്. അവരൊന്നും വർഗീയമായി ചിന്തിക്കുന്നേ ഇല്ല. അപ്പം വർഗീയത ഇല്ലാത്ത ഒരു യുവജനത ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ. പക്ഷെ അവരെ വഴിതെറ്റിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ഗുരുദേവ ദർശനം ഉപയോഗിച്ച് വേടനെ പോലെയുള്ള ആളുകളുടെ ആ ഒരു കാഴ്ചപ്പാട് ചെറിയ കാഴ്ചപ്പാടല്ല. പിന്നെ അംബേദ്കറിനെ അഡ്രസ്സ് ചെയ്യുന്ന ആരുണ്ട് ഇവിടെ? വേടൻ നല്ലൊരു കവി കൂടിയാണ്. നല്ല കവിയല്ല, അല്ല ഇവരെ എങ്ങനെ പറ്റും? നല്ലൊരു കവിയാണ്, ഒരു അഗ്നിയാണ്. അദ്ദേഹം ജാതിക്കെതിരെ പോരാടുന്ന ഒരു വലിയ വിപ്ലവകാരിയാണ്. ഇനിയിപ്പോൾ തുടർന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് കൂടുതൽ SNDP പ്രവർത്തകനാണല്ലോ ഞാൻ. പിന്നെ ഞാനൊരു പാർട്ടിയായിട്ട് സഹകരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടല്ല പറയേണ്ടത്, അവരിങ്ങോട്ടാണ് പറയേണ്ടത്. അവരിങ്ങോട്ട് പറയും ബാഹുലേൻ ഇന്ന് അവിടെ പോകണം, ശരി, ബാഹുലേൻ ഇവിടെ പോകണം, ഓക്കെ, ബാഹുലേൻ ഇന്ന സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കണം, ഓക്കെ. അതാണ് അവർ. പക്ഷേ എൻ്റെ പ്രായവും എൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി ഓരോ ജോലി ഏൽപ്പിക്കും. അത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണ്. ആ ശൈലിയോട് ഞാൻ കോംപ്രമൈസ് ചെയ്ത് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പുതിയ തുടക്കം ആകട്ടെ. താങ്ക് യു വെരി മച്ച്.